ഹായ് എവ്രിവൺ, ഇന്ന് നമ്മൾ നോക്കുന്നത് കനു ഓർ രാധ കാ പ്രേം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കംപ്ലീറ്റ് സമ്മറിയാണ് കനുപ്രിയനെ കുറിച്ചിട്ട്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു സമ്മറി പഠിച്ചു കഴിഞ്ഞാൽ കനുവിൻ്റെ പ്രേം എങ്ങനെയാണെന്ന് ചോദിച്ചാലും രാധയുടെ പ്രേം എങ്ങനെയാണെന്ന് ചോദിച്ചാലും കനു ഓർ രാധ കാ പ്രേമിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞാലും അല്ലെങ്കിൽ ജനറലി കനു ഓർ രാധയെ കുറിച്ച് എന്ത് ചോദിച്ചാലും ഈ ഒരു സമ്മറി നിങ്ങൾക്ക് അതിൻ്റെ ആൻസറായിട്ട് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. राधा का मानना है कि राधा और कनु के बीच जो प्रेम है वह വിചിത്ര തഥാ അനോഖ ഹെ. അപ്പം രാധ വിശ്വസിക്കുന്നത് രാധയുടെയും കനുവിൻ്റെയും ഇടയിലുള്ള ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് വിചിത്രാണ്, അതുപോലെ തന്നെ അനോഖ എന്ന് വെച്ചാൽ യുണീക്കാണ്. जब राधा कनु के पास जाना चाहती है तब उसे कनु मिलता ही नहीं है, परंतु जब राधा कनु के पास जाना ही नहीं चाहती तब कनु उसे अपनी बांसुरी के गीत से अपने पास बुला लेता है और राधा उसकी धुन से मदोन्मत्त होकर वहां पहुंच भी जाती है. അപ്പം ഈ വിചിത്രാണെന്ന് പറയാനുള്ള കാരണം എന്താണെന്നാണ് പറയുന്നത്. രാധ കനുവിന്റെ അടുത്ത് പോവാൻ ആഗ്രഹിക്കുന്ന സമയത്ത് അങ്ങോട്ട് പോകാൻ പറ്റില്ല, കനുവിനെ കാണില്ല. പക്ഷെ രാധയ്ക്ക് കനുവിനെ കാണണ്ട എന്നുള്ള സമയത്ത് കനു എന്ത് ചെയ്യും? തന്റെ ഓടക്കുഴൽ നാദം വെച്ച് രാധയെ വിളിക്കും. അപ്പോൾ രാധ അതിന്റെ ട്യൂണില് മദോന്മത്തയായിട്ട് കൃഷ്ണന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലും. രാധക്കോ കനു സെ ബഹുത് ലാജ് ആത്തി ഹെ. അപ്പം രാധയ്ക്കാണെങ്കിൽ കൃഷ്ണനെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് നാണാണ്. ഇസ്ലിയെ വ ഖുദ് കോ പൂരി തറ, ഇവിടെ ഢക്കർന്നുണ്ട് കേട്ടോ, ढकना. അപ്പോൾ इसलिए वह खुद को पूरी तरह ढककर कनु के पास जाती थी. അപ്പം രാധയാണെങ്കിൽ എപ്പോഴും കംപ്ലീറ്റ് കവേർഡ് ആയിട്ടാണ് കൃഷ്ണന്റെ അടുത്തോട്ട് പോവാറുള്ളത്, ഇങ്ങനെ ഭയങ്കര നാണായതുകൊണ്ട്. അതൊന്ന് ചേർക്കണേ, ഇത് പെട്ടെന്ന് എഴുതിയപ്പോൾ ഈ ढक्कर വിട്ടുപോയതാണ്. पर जब वह अकेली बैठी रहती है तो उसके शरीर के हर एक तार में कनु झनकार उठता है. അപ്പം ഇങ്ങനെയാണെങ്കിൽ കൂടിയിട്ടും രാധ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് രാധയുടെ ശരീരമാകുന്ന ആ സിത്താറിലെ ഓരോ സ്ട്രിങ്ങിലും കൃഷ്ണൻ ഇങ്ങനെ ഉണരുന്നത് പോലെയാണ് രാധയ്ക്ക് തോന്നുന്നത്. राधा ने पहली बार कनु को यमुना के घाट से लौटते वक्त एक कदम्ब वृक्ष के नीचे मौन ഖടാ പായാഥ. അപ്പോൾ രാധയാണെങ്കിൽ കൃഷ്ണനെ ഫസ്റ്റ് കണ്ടത് എപ്പോഴാണ്? ആ യമുനയുടെ തീരത്ത് നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ഒരു കദംബ വൃക്ഷത്തിന്റെ താഴെ മിണ്ടാതെ നിൽക്കുന്നതായിട്ടാണ് രാധ കണ്ടിരുന്നത്. തബ് ഉസ്നെ കനു കോ കോയി അഞ്ജാന വൻദേവത സമജ്കർ सिर झुकाकर प्रणाम किया था. राधा ने बार बार कनु से मिलने पर भी यही किया, परंतु हर बार कनु निश्चल ही खड़ा रहा, कभी भी उसके प्रणाम को स्वीकार ही नहीं किया. അപ്പം രാധ എപ്പോഴും കൃഷ്ണനെ കാണുമ്പോൾ ഇങ്ങനെ തന്നെ തല കുനിച്ച് പ്രണമിച്ചിരുന്നു. പക്ഷെ കൃഷ്ണൻ എപ്പോഴും നിശ്ചലനായിട്ടാണ് നിന്നുകൊണ്ടിരുന്നത്. ഒരിക്കൽ പോലും ആ പ്രണാമം സ്വീകരിക്കുന്നതായിട്ടുള്ള ഒരു ജെസ്ചർ കൃഷ്ണന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. परंतु राधा इस बात से अनजान थी कि कनु केवल उसके प्रणाम को ही नहीं संपूर्णतः उसे स्वीकारना चाहता था. പക്ഷെ രാധയ്ക്ക് അറിയില്ലായിരുന്നു കൃഷ്ണൻ ആ പ്രണാമം സ്വീകരിക്കാതിരുന്നതിന്റെ കാരണം രാധയുടെ ഒരു പ്രണാമം മാത്രമല്ല, രാധയെ കംപ്ലീറ്റ് ആയിട്ട് കൃഷ്ണന് വേണമായിരുന്നു എന്നുള്ളതുകൊണ്ടാണെന്ന്. कई बार मिलने के बाद राधा के मन में कनु के प्रति प्रेम उत्पन्न हो गया. वह घंटों तक यमुना के जल में कनु को देखती रहती थी. അപ്പം കുറെ പ്രാവശ്യം ഇങ്ങനെ കൃഷ്ണനെ കണ്ടപ്പോൾ രാധയ്ക്ക് കൃഷ്ണനെ ഇഷ്ടാവാണ്. അത് കഴിഞ്ഞിട്ട് ഈ യമുനയുടെ ജലത്തില് കൃഷ്ണനെ കാണാനായിട്ട് രാധ പോയിരിക്കുമായിരുന്നു. पर आज भी राधा को यह बात सालती है कि जिस दिन कनु ने उसे पूरे मन से बुलाया था उस दिन वह उस आम्र वृक्ष के नीचे गई क्यों नहीं. പക്ഷെ ഇപ്പോഴും രാധയുടെ മനസ്സിനെ കുത്തി നോയിക്കുന്ന ഒരു കാര്യമാണ്, ഒരു ദിവസം പൂർണ്ണ മനസ്സോടെ കൃഷ്ണൻ രാധയെ വിളിച്ചപ്പോൾ രാധ എന്തുകൊണ്ട് അന്ന് ആ മാവിന്റെ ചുവട്ടില് പോയില്ല എന്നുള്ളത്. കൃഷ്ണ കാ പ്രേം അനോഖ ഇസ്ലിയെ ഹെ കി വ ജിസെ ഭി റിതാ ദേനാ ചാഹതാ ഹെ, ചാഹത്ത എന്നുണ്ട് കേട്ടോ ഇവിടെ, ചാഹത്ത ഹെ ഉസെ സമ്പൂർണ്ണ ബനാക്കർ ഛോഡ് ദേത്താ ഹെ. അപ്പം കൃഷ്ണന്റെ പ്രേം അനോഖ യുണീക്ക് ആണെന്ന് പറയുന്നതിന് ഒരു കാരണം കൂടി ഉണ്ട്. കൃഷ്ണൻ എന്തിനെയാണോ എം ടി ആക്കാൻ ആഗ്രഹിക്കുന്നത് അതിനെ കംപ്ലീറ്റ് ആക്കിയിട്ടാണ് കൃഷ്ണൻ പറഞ്ഞു വിടുന്നത്. राधा सदा कनु के पास रहना चाहती है, परंतु जब भी वह उसे बुलाता है तो उसके मन में एक भय, संशय, उदासी आदि छा जाती है और उन सब को चीर कर वह समय पर पहुंच नहीं पाती. അപ്പം
രാധയ്ക്കാണെങ്കിൽ കൃഷ്ണൻ എപ്പോഴൊക്കെ വിളിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ കൃഷ്ണന്റെ അടുത്തോട്ട് പോവാനായിട്ട് ആഗ്രഹമുണ്ട്. പക്ഷെ പോവാൻ നിൽക്കുന്ന സമയത്താണ് രാധയുടെ മനസ്സിൽ ഒരു ഭയം, ഒരു സംശയം, ഒരു വിഷമം എല്ലാം വരുന്നത്. അപ്പൊ അതിനെല്ലാം പിയേഴ്സ് ചെയ്തുകൊണ്ട്, ചീർണെന്ന് വെച്ചാല് അതിനെല്ലാം ഭേദിച്ചുകൊണ്ട്, അതിനെല്ലാം ഓവർകം ചെയ്തുകൊണ്ട് കൃഷ്ണന്റെ അടുത്തോട്ട് പോകുമ്പോൾ രാധ ലേറ്റ് ആവുകയും ചെയ്യും. കൃഷ്ണൻ വിളിച്ച സമയത്ത് എത്താൻ വേണ്ടി രാധയ്ക്ക് പറ്റില്ല. രാധ ഖുദ് കോ നാ സമജ് മാനത്തി ഹെ. അപ്പൊ രാധ സ്വയം വിചാരിക്കുന്നത് രാധയ്ക്ക് പല കാര്യങ്ങളെ കുറിച്ചും അറിവില്ല, പലതും മനസ്സിലാക്കാനുള്ള കഴിവില്ല എന്നുള്ളതാണ്. ഉസേ ലഗ്താ ഹെ കി കനു കെ കൈ സങ്കേത് വ സമജ് നഹി പാത്തി. അപ്പം രാധയ്ക്ക് തോന്നുന്നത് കൃഷ്ണൻ പറയുന്ന പല പല സങ്കേത്, കൃഷ്ണൻ കൊടുക്കുന്ന പല ഹിൻസും രാധയ്ക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റാറില്ല. असल में कनु के प्रेम में पढ़ने के बाद वह दुनिया की बातें भी समझ नहीं पाती. അപ്പൊ ആക്ച്വലി എന്താന്ന് വെച്ചാല് കൃഷ്ണനായിട്ട് ആ ഒരു പ്രേമത്തിലായതിനു ശേഷമാണ് രാധയ്ക്ക് ലോകത്തിലെ കാര്യങ്ങൾ പോലും മനസ്സിലാവാതെ ആയത്. ഉസ്നെ ആജ് തക് ജോ ഭി സമझा है वह सब कनु ने ही उसे समझाया है. അപ്പോ ഇത്രയും കാലം രാധ എന്തൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടോ അതെല്ലാം കൃഷ്ണൻ തന്നെയാണ് രാധയ്ക്ക് മനസ്സിലാക്കി കൊടുത്തത്. രാധ की तुलना कनु ആം കെ പെഹലെ തുർഷ് ബോർ സെ കർത്താ ഹെ. അപ്പം കൃഷ്ണനാണെങ്കിൽ രാധയുടെ കമ്പാരിസൺ ഈ ആദ്യമായിട്ട് ഉണ്ടാവുന്ന മാമ്പൂവിനോടാണ് ചെയ്യുന്നത്. ക്യോക്കി വ ബി അഛൂത ഓർ താസ ഹെ ജൈസെ പെഹലി ബാർ മിൽനെ പർ രാധ ഥി. അപ്പം അതും അഛൂത, അതായത് ഇതുവരെ ആരും സ്പർശിച്ചിട്ടില്ലാത്തത് ആൻഡ് ഫ്രഷ് ആയിട്ടുള്ള ഒന്നാണ്. എങ്ങനെയാണോ രാധ ഫസ്റ്റ് കൃഷ്ണനെ കണ്ടുമുട്ടിയത് അതുപോലെയാണ് ഇപ്പോ ആ സീസണിലെ ആദ്യത്തെ ആമ്രുബോർ. അതുകൊണ്ടാണ് ഈ രണ്ടും തമ്മിൽ കൃഷ്ണൻ കമ്പയർ ചെയ്യുന്നത്. ആൻഡ് രാധയ്ക്കൊരു തുർഷ് നേച്ചർ ഉണ്ടെന്നാണ് കൃഷ്ണൻ പറയുന്നത്. ജിസ് ദിൻ രാധ കോ ആനെ മേ ദേരി ഹുയി थी उस दिन कनु ने इसी बौर से രാധാ की മാങ്ക് രൂപി പകിടണ്ടിയോ കോ ഭർ ദീ തി. ഇവിടെ മാന്ന് മാത്രമേ വന്നിട്ടുള്ളൂ. ഐ എം സോറി, ഇത് കുറെ പെട്ടെന്ന് റഷിൽ എഴുതിയപ്പോ വന്ന മിസ്റ്റേക്സ് ആണ്. അത് നിങ്ങൾ കറക്റ്റ് ചെയ്യണം കേട്ടോ. മാങ്ക് രൂപി പകിടണ്ടിയോ സെ ഭർ ദീ തി. മാങ്ക് എന്നുണ്ട്. അപ്പം ഒരു ദിവസം രാധ ചെല്ലാനായിട്ട് ലേറ്റ് ആയപ്പോൾ കൃഷ്ണൻ രാധയുടെ മാങ്കാവുന്ന ആ പകിടണ്ടിയില് ഈ ആമ്രു ബോർ വെച്ചിട്ട് സിന്ദൂരം നിറയ്ക്കുന്നത് പോലെ ചെയ്തു. രാധ സി കൈ ലോഗോനെ പൂछा है कि कनु उसका कौन है. राधा के लिए कनु कभी सखा है, कभी रक्षक है, तो कभी सहोदर है. അപ്പം രാധയോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് കൃഷ്ണൻ രാധയ്ക്ക് ആരാണ് എന്ന്, രാധയുടെ ആരാണ് കൃഷ്ണൻ എന്ന്. അപ്പം രാധ ചില സമയത്ത് പറയും സഖ, അതായത് കൂട്ടുകാരനാണ്, ചില സമയത്ത് രക്ഷകനാണ്, ചില സമയത്ത് സഹോദരനാണ്. पर कनु जब उसे चिढ़ाता है तो रूठ कर वह कहती है कनु मेरा कोई नहीं है. പക്ഷെ കൃഷ്ണൻ രാധയെ കളിയാക്കുന്ന സമയത്ത് രാധ പിണങ്ങിയിട്ട് പറയും കൃഷ്ണൻ എന്റെ ആരുമല്ല എന്ന്. कनु का महत्व जानने के पश्चात वह उसे अपना शिशु, सखा, बंधु, आराध्य, दिव्य और सहचर मानती है. അപ്പം കൃഷ്ണന്റെ മഹത്വം മനസ്സിലാക്കിയതിനു ശേഷം, പശ്ചാത്ത് എന്ന് വെച്ചാൽ ആഫ്റ്റർ എന്നാണ്, രാധ കൃഷ്ണനെ ശിശു, സഖ, ബന്ധു, ആരാധ്യ, ദിവ്യ, സഹചർ ഒക്കെ ആയിട്ടാണ് കരുതുന്നത്. കനു और राधा का प्रेम इतना गहरा है कि इस सृष्टि में केवल कनु और राधा है. അപ്പം കൃഷ്ണന്റെയും രാധയുടെയും സ്നേഹം എന്ന് പറയുന്നത് അത്രയും ഡീപ്പാണ്. അതുകൊണ്ട് ഈ ലോകത്തില് കൃഷ്ണനും രാധയും മാത്രമേ ഉള്ളൂ. കനു ക ഇച്ഛാ സങ്കല്പ സബ് രാധ ഹി ഹെ. കനുവിന്റെ ഇച്ഛയും സങ്കല്പവും എല്ലാം രാധ മാത്രമാണ്. राधा ही कनु की एकमात्र केली सखी है, परंतु कनु जब युद्ध में पांडवों का साथ देने हेतु चला गया तब राधा अकेली पड़ गई थी. അപ്പം രാധയാണ് കൃഷ്ണന്റെ ഒറ്റ ഒരു കേലി സഖി. കനു യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പാണ്ഡവരുടെ കൂടെ പോയപ്പോൾ, പാണ്ഡവരുടെ ഭാഗത്ത് നിൽക്കാൻ വേണ്ടി പോയപ്പോൾ രാധ ഒറ്റയ്ക്കായി പോയി. വ और उसका शरीर रीते हुए पात्र के समान बन गई थी. അപ്പം രാധയും രാധയുടെ ശരീരവും എം ടി ആയിട്ടുള്ള ഒരു പാത്രം പോലെ ആയി മാറി കൃഷ്ണൻ പോയപ്പോൾ. ഉസേ ലഗാ ജൈസെ ഇതിഹാസ് നേ ഉസ്കെ സാത്ത് അന്യായ് കിയ. ഒരു നേ ഇവിടെ ചേർക്കണം കേട്ടോ. അപ്പം ഇതിഹാസ്
രാധയുടെ അടുത്ത് അന്യായം ചെയ്തതുപോലെയാണ് രാധയ്ക്ക് തോന്നിയത്. ഉസേ കേവൽ സൂനെ ശിഖറോ और मृत्यु घाटियों के बीच बनी एक सेतु मात्र बनाकर छोड़ देना गलत था. ഈ താഴെയുള്ള യുദ്ധഭൂമിയും മുകളിലുള്ള ശിഖരങ്ങളും തമ്മിലുള്ള ഒരു പാലം പോലെ മാത്രമായിട്ട് രാധയെ ഇതിഹാസം അതായത് ചരിത്രം കൺസിഡർ ചെയ്തത് തെറ്റായിരുന്നു. രാധാക്കോ പ്രതീത് ഹോത്താ ഹെ ജൈസെ കുച്ച് അമംഗൽ ഹോനെ വാലാ ഹെ. അപ്പൊ രാധയ്ക്ക് തോന്നുന്നു എന്തോ മംഗളകരമല്ലാത്തത് നടക്കാൻ പോകുന്നു എന്ന്. दुखी होकर राधा पूछती है कि राधा के आने पर जब कन्हू जो उसे कसकर अपने आलिंगन में भर देता था तब उन बाहों में बेसुध होते वक्त राधा ने जो कुछ भी सुना था वह सब सच था या नहीं. അപ്പൊ രാധ ചോദിക്കുകയാണ്, വിഷമത്തോടെ ചോദിക്കുകയാണ്, രാധ വന്നിട്ട് കൃഷ്ണനെ ആലിംഗനം ചെയ്യുമ്പോൾ ആ ആലിംഗനത്തിൽ ഇങ്ങനെ രാധയെ ടൈറ്റായി പിടിക്കുന്ന സമയത്ത് കൃഷ്ണൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ആ കാര്യങ്ങളൊക്കെ സത്യമായിരുന്നു, ആ കാര്യങ്ങളിൽ എന്തെങ്കിലും അർത്ഥമുണ്ടായിരുന്നോ എന്ന് രാധ ചോദിക്കുകയാണ്. രാധ കേലിയെ सारे शब्द अर्थहीन हैं. स्वधर्म कर्म निर्णय दायित्व जैसे शब्दों से राधा का कोई संबंध नहीं है. അപ്പോ രാധയെ സംബന്ധിച്ച് സ്വധർമ്മ കർമ്മ നിർണയ ദായിത്വ ഇങ്ങനെയുള്ള വാക്കുകൾക്കൊന്നും പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഇല്ല. അതായിട്ട് രാധയ്ക്ക് ഒരു ബന്ധമില്ല. യുദ്ധ കിസ് ലിയെ ഹോ രഹാ ഹെ, കിസ്കെ പക്ഷ മേ ന്യായ് ഹെ, ഇൻ സബ്സെ ഭി ഉസ്കാ കോയി സംബന്ധ് നഹീ ഹെ. സംബന്ധ് ഹെ തോ കേവൽ കനു ഓർ ഉസ്കെ പ്രേം സെ. അപ്പോൾ യുദ്ധം എന്തിനാണ് നടക്കുന്നത്, ആരുടെ ഭാഗത്താണ്, ആരുടെ പക്ഷത്താണ് ന്യായം എന്ന് ഉള്ളതായിട്ടൊന്നും രാധയ്ക്ക് ഒരു ബന്ധമില്ല. ആകെ കൂടി ബന്ധമുള്ളത് ഒറ്റ ഒരു കാര്യത്തിനായിട്ട് മാത്രമാണ്, അത് രാധയും കൃഷ്ണനും തമ്മിലുള്ള പ്രേമാണ്. युद्ध समाप्त होने पर कनु थक हार कर राधा के ही पास आता है और राधा को ही पुकारता है. യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് ക്ഷീണിച്ചിട്ട് കൃഷ്ണൻ രാധയെ തന്നെയാണ് വിളിക്കുന്നത്, രാധയുടെ അടുത്തോട്ട് തന്നെയാണ് വരുന്നത്. क्योंकि वही तो उसकी अंतरंग केली सखी है जिसके साथ वह जन्म जन्मांतरों से रास रचाता आया है. അപ്പൊ രാധ മാത്രമാണല്ലോ കൃഷ്ണന്റെ അന്തരംഗ കേലി സഖി. ജന്മജന്മാന്തരങ്ങളായിട്ട് കൃഷ്ണൻ ആരെയായിട്ടാണോ ഈ രാസലീല ചെയ്തു കൊണ്ടുവരുന്നത് ആ ഒരു കേലി സഖി രാധ മാത്രാണ്. राधा सदा कनु के साथ ही रहेगी ताकि इस बार इतिहास बनाते वक्त वह अकेला न छूट जाए. അപ്പൊ രാധ പറയുന്നത് ഇനി മുതൽ രാധ എപ്പോഴും കൃഷ്ണനോട് കൂടെ തന്നെ ഉണ്ടാവും. എന്തെന്ന് വെച്ചാല് ഇപ്രാവശ്യമെങ്കിലും ഇനി മുതലെങ്കിലും ചരിത്രം രചിക്കുന്ന സമയത്ത് കൃഷ്ണൻ ഒറ്റയ്ക്കാവരുതല്ലോ എന്നാണ് പറയുന്നത്. അത്രയാണ് ഈ സമ്മറി. അപ്പൊ ഞാൻ വീണ്ടും അപ്പോളജൈസ് ചെയ്യാണ്, ഇതിൽ ഇത്രയധികം മിസ്റ്റേക്സ് ഉള്ളത് കൊണ്ട്. അപ്പൊ ആ കറക്റ്റ് ചെയ്ത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. താഴെ നോട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ കറക്ഷൻ ഞാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം. ഇത്തിരിയും കൂടെ ക്ലാരിറ്റി വരും. 2-3 സ്ഥലത്തായി ചില വാക്കുകൾ വിട്ടുപോയതായിട്ട് കാണുന്നു. അത് ആഡ് ചെയ്തിട്ട് താഴെ നോട്ട് ആക്സസ് ചെയ്യാനുള്ള ലിങ്ക് കൊടുക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ നോട്ട്സ് നിങ്ങൾക്ക് കനുപ്രിയയുടെ ഭാഗത്തുനിന്ന് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും എഴുതാൻ പറ്റുന്നതാണ്. പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഗീതിന്റെ സമ്മറി ചോദിച്ചാലാണ് ഓരോ ഗീതിന്റെ എഴുതേണ്ടതായിട്ട് വരുള്ളൂ. പക്ഷെ ജനറലി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ഇവരുടെ സ്നേഹം എങ്ങനെയാണ്, അല്ലെങ്കിൽ രാധയുടെ ക്യാരക്ടറിന് ഒരു തുർഷി ഉണ്ട് എന്ന് എന്തുകൊണ്ടാണ് കൃഷ്ണൻ പറയുന്നത്, അതുപോലെ തന്നെ കൃഷ്ണന്റെ പ്രേമ വിചിത്രമാണെന്ന് രാധ എന്തുകൊണ്ടാണ് പറയുന്നത് എന്നൊക്കെ ചോദിക്കുമ്പം അത് പാരഗ്രാഫ് ക്വസ്റ്റൻ ആയിട്ടാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത്ര അധികം എഴുതണമെന്നില്ല. ജസ്റ്റ് മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം എഴുതിയാൽ മതി. പക്ഷെ എസ്സേ പോലെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമ്മറി നിങ്ങൾക്ക് എഴുതാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ സജഷൻസ് എന്നെ കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.